നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദനെ കുറിച്ച് വൈകാരികമായ കുറിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അനുസ്മരണ സമ്മേളനത്തിലും പിണറായി വിജയൻ VSനെ കുറിച്ച് വാചാലനാകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ നടത്തിയ അനുശോചന സമ്മേളനത്തിൽ മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞു തീർക്കാനായില്ലെന്നും പിന്നീട് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടക്കം സഖാവ് VS അടക്കമുള്ള 32 നേതാക്കളുടെ തീരുമാനത്തിൽ നിന്നായിരുന്നു. ആ 32 പേരിൽ അവസാനത്തെ കണ്ണിയാണ് ഇന്ന് എരിഞ്ഞടങ്ങിയത്. സഖാവ് VSുമായി എത്രയേറെ ആഴത്തിലുള്ള ബന്ധമായിരുന്നു എന്നത് പറഞ്ഞറിയിക്കാനാവില്ല. എല്ലാ അർത്ഥത്തിലും നേതൃപദവിയിലായിരുന്നു VS എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രി കുറിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അതുല്യനായ സംഘാടകനും നേതാവുമാണ് ഇന്ന് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ എരിഞ്ഞടങ്ങിയത്. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച ജനാവലിയും സമയക്രമവും സഖാവ് VS നമുക്ക് എല്ലാവർക്കും എന്തായിരുന്നു എന്ന് തെളിയിച്ചു. ജനകോടികളുടെ ഹൃദയത്തിൽ നിന്നുയർന്ന ലാൽ സലാം വിളികൾ സഖാവ് VSനെ യാത്രയാക്കി. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തുടക്കം സഖാവ് VS അടക്കമുള്ള 32 നേതാക്കളുടെ തീരുമാനത്തിൽ നിന്നായിരുന്നു. ആ 32 പേരിൽ അവസാനത്തെ കണ്ണിയാണ് ഇന്ന് എരിഞ്ഞടങ്ങിയത്. സഖാവ് VSുമായി എത്രയേറെ ആഴത്തിലുള്ള ബന്ധമായിരുന്നു എന്നത് പറഞ്ഞറിയിക്കാനാവില്ല. എല്ലാ അർത്ഥത്തിലും നേതൃപദവിയിലായിരുന്നു എന്നും VS. നമുക്കേവർക്കും ആരാധിക്കാനാവുന്ന നേതൃസ്ഥാനം, ത്യാഗപദങ്ങൾ താണ്ടിയ ജീവിതം, തുല്യപ്പെടുത്താൻ മറ്റൊന്നുമില്ല. ആ മഹാജീവിതത്തിനാണ് തിരശീല വീണത്. പുന്നപ്ര വയലാറിന്റെ സമരപുളകിതമായ ചരിത്രം സ്പന്ദിക്കുന്ന മണ്ണിൽ സഖാവ് കൃഷ്ണപിള്ളയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മഹാരഥന്മാരും അന്തിയുറങ്ങുന്ന മണൽത്തിട്ടയിൽ വലിയ ചുടുകാട്ടിൽ VSന്റെ ശരീരം എരിഞ്ഞടങ്ങുമ്പോൾ വിപ്ലവ കേരളത്തിന്റെ ജാജ്വല്യമാനമായ ഒരു അധ്യായത്തിനാണ് അന്ത്യമാകുന്നത്. സഖാവ് VS മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന ജനകോടികളുടെ കണങ്ങളിൽ നിന്നുയരുന്ന മുദ്രാവാക്യമാണ് ശാശ്വതമാകുന്നത്. സഖാവ് VS എന്ന കമ്മ്യൂണിസ്റ്റിന് മരണമില്ല. ഈ പാർട്ടിയുടെ സ്വത്താണ് VS. ഈ പ്രസ്ഥാനത്തിന്റെ ഹൃദയമാണ് VS. സഖാവ് VS തെളിച്ച ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പാതകളിലൂടെ ഇനിയും മുന്നോട്ടു പോകാനുണ്ട്. എല്ലാ സമയക്രമങ്ങളെയും മറികടന്ന് സഖാവിനെ ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയ ജനാവലിയുടെ ഹൃദയാഭിലാഷങ്ങൾ സാർത്ഥകമാകാൻ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു പ്രയാണത്തിൽ ഒരു വഴിവിളക്കായി, ഊർജ്ജ സ്രോതസ്സായി VS എന്ന പ്രകാശ സ്രോതസ് നമുക്ക് മുന്നിലുണ്ട്. വലിയ ചുടുകാട്ടിലെ അനുശോചന സമ്മേളനത്തിൽ മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ പ്രിയപ്പെട്ട സഖാവെ വിട, തലമുറകളുടെ വിപ്ലവ നായകനെ, വരും തലമുറയുടെ ആവേശനാളമേ, ലാൽ സലാം. ഇങ്ങനെ പറഞ്ഞാണ് പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. ആ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ അതുല്യമായ പങ്കു വഹിച്ചവരിൽ ഒരാളാണ് VS അച്യുതാനന്ദൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ഇടചേർന്ന് ജീവിച്ചയാളാണ് VS. പുതിയ കേരളത്തിന്റെ തുടർച്ചയ്ക്ക് VS നൽകിയത് വലിയ സംഭാവന. വർഗീയ ശക്തികൾക്കെതിരെ നിരന്തരം പോരാട്ടം നടത്തിയ ജീവിതം. എല്ലാ കാലത്തും തൊഴിലാളി വർഗ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചു. അധസ്ഥിത വിഭാഗങ്ങളോട് എന്നും വലിയ താല്പര്യം കാണിച്ചു. അനിതര സാധാരണമായ ഇടപെടലിലൂടെ സമൂഹത്തിൽ ശ്രദ്ധേയനായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ നേതാക്കളിൽ ഒരാൾ. ശത്രുവർഗത്തിന്റെ ആക്രമണത്തിന് മുന്നിൽ ഒട്ടും പതറാതെ നിലപാടുകൾ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ പാർട്ടിയുടെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിച്ചു. പ്രതിസന്ധിയിൽ പതറാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയതിൽ അസാമാന്യ ഇടപെടൽ നിർവഹിച്ചു. ആധുനിക കേരളത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നത്തെ വർഗീയതയുടെ ആപത്ത് നിലനിൽക്കുന്ന കാലം, ജനാധിപത്യ സംവിധാനങ്ങൾക്കാകെ ആപത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാലം. അത്തരം ഘട്ടത്തിലാണ് VSന്റെ വിയോഗം അനുഭവിക്കേണ്ടി വന്നത്. VSന്റെ വിയോഗം CPMന് ഏറ്റവും കനത്ത നഷ്ടമാണ്. പാർട്ടിയുടെ നഷ്ടത്തിൽ പങ്കുചേർന്ന് അനുശോചനം രേഖപ്പെടുത്തി. ദുഃഖത്തിൽ പങ്കുചേർന്ന് എല്ലാവരോടും നന്ദി അർപ്പിച്ച മുഖ്യമന്ത്രി കേരളത്തിന്റെ ഉത്തമനായ സന്താനത്തെ അതേപോലെ അംഗീകരിച്ച് യാത്രയാക്കിയെന്ന് പറഞ്ഞാണ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. എന്തായാലും അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി VSനെ അനുസ്മരിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്നത്. എന്തായാലും അതിൽ പറഞ്ഞ വാക്കുകളൊക്കെ ഏറെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ VSും അതുപോലെ തന്നെ പിണറായിയും തമ്മിൽ പോരാടിയ ആ പോരാട്ടം. കേരള രാഷ്ട്രീയത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലും സമാനതകളില്ലാത്ത പോരാട്ടമായിരുന്നു അത്. ഒരു കാലത്ത് VSന്റെ ശിഷ്യനായിരുന്ന പിണറായി VSന്റെ തന്നെ പൂർണ്ണ പിന്തുണയോടെ 1998 CPM സംസ്ഥാന സെക്രട്ടറിയായി. എന്നാൽ പിന്നീട് ചുറ്റുമുള്ളവർ കണ്ടത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ഇരുവർക്കുമിടയിലുള്ള ബന്ധം വഷളാകുന്ന സാഹചര്യമുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഓൾഡ് സ്കൂൾ പ്രതിനിധിയായിരുന്നു VS അച്യുതാനന്ദന്.
നാടുവാഴിത്തത്തിനും ജന്മിത്തത്തിനുമെതിരെ പോരാടി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ VSന് പാർട്ടി സ്വീകരിച്ച ചില നിലപാടുകളോട് എതിർപ്പുണ്ടായിരുന്നു. അത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു. VSനെ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിന് കാരണക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന SA ഡാംഗെയുമായി പിണറായി താരതമ്യം ചെയ്തു. പിണറായിയുടെ ബക്കറ്റിലെ വെള്ളപ്രയോഗവും രാഷ്ട്രീയ കേരളത്തിന് മറക്കാനാകില്ല. ഇന്നും VS പിണറായി പോരാട്ടം ഓർക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ശംഖുമുഖം തീരത്ത് VSനെ വേദിയിലെടുത്തി പിണറായി വിജയൻ പറഞ്ഞ ആ വാക്കുകളാണ്. ഒരു കുട്ടി കടൽ കാണാൻ വന്നു. കടലിൽ തിരകൾ ആർത്തലയ്ക്കുന്നു. കുട്ടിക്ക് വളരെ സന്തോഷമായി. കുട്ടി വേഗം പോയി ഒരു ബക്കറ്റുമായി വന്ന് അതിൽ വെള്ളം കോരി. ബക്കറ്റിൽ നോക്കുമ്പോൾ അതിൽ തിര വരുന്നില്ല. കുട്ടിക്ക് വിഷമമായി. കുട്ടി കരഞ്ഞു. കുട്ടിയുടെ പ്രയാസം കണ്ട് ബക്കറ്റിലെ വെള്ളം പറഞ്ഞു, അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിന്നാലേ തിരയാകൂ. അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത്. ശംഖുമുഖത്ത് നടന്ന ആ കടലിന്റെ തീരത്ത് നിന്നും ഈ VSനെ വേദിയിലെടുത്തി പിണറായി പറഞ്ഞ ഈ വാക്കുകൾ രാഷ്ട്രീയ കേരളത്തിന് ഇപ്പോഴും മറക്കാനാകില്ല. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ബോധ്യമായി ഈ കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്ന ഒരു തിരമാല പോലെ VSനെ കാണാൻ വന്നത്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് എത്രത്തോളം ജനപ്രീതി ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി പേർ ഒഴുകിയെത്തിയപ്പോൾ അത് അദ്ദേഹത്തിന് എന്തുമാത്രം ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു എന്നതിനൊക്കെ ഏറ്റവും വലിയ തെളിവായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല VS മരിച്ചപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, അവസാനത്തെ കമ്മ്യൂണിസ്റ്റിന് വിട, അല്ലെങ്കിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റും യാത്രയായി എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ കൂടി പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. പക്ഷേ അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. അതായത് നായനാർ മരിച്ചപ്പോഴും EMS മരിച്ചപ്പോഴും പലരും പറഞ്ഞത് ഈ ഒരു വാചകങ്ങൾ തന്നെയാണ്, അവസാനത്തെ കമ്മ്യൂണിസ്റ്റും വിടവാങ്ങിയെന്ന്. കമ്മ്യൂണിസം എന്നത് അതൊരു വ്യക്തിയിൽ അവസാനിക്കുന്നതല്ല എന്നതടക്കമുള്ള മറുവാദങ്ങളും ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. അന്തരിച്ചത് അവസാന കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് വ്യക്തമായ മറുപടിയുമായിട്ട് അതിനുള്ള ഈ വാദങ്ങൾക്കൊക്കെ മറുവാദവും ഒരു വശത്ത് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് VS അച്യുതാനന്ദൻ ഒരു വ്യക്തിയുടെ ചെകിട്ടത്തടിച്ചിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണോ ഞങ്ങൾക്ക് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ചില മറുപടികളാണ് ഈ അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന പ്രയോഗത്തിന് മറുപടികളായി ഉയരുന്നത്. തീർച്ചയായിട്ടും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല അദ്ദേഹം, അതായത് എന്ന് വാദിക്കുകയാണ് ഒരു വശത്ത് മറ്റു ചിലർ. എന്തായാലും ഒരു യുഗത്തിനാണ് അവസാനമായിരിക്കുന്നത്. കമ്മ്യൂണിസം അവിടെ അവസാനിക്കുന്നില്ല, ഇനിയും തലമുറകളിലേക്ക് ഇത് കൈമാറപ്പെടും എന്ന ഒരു വിലയിരുത്തലുകളൊക്കെ നിലവിൽ ശക്തമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.